കുടുംബശ്രീ കൂടാൻ വന്ന വേലുവിനെ പെണ്ണുങ്ങൾ അടിച്ച് പുറത്താക്കി ഗേറ്റടച്ചിരിക്കുന്ന ഒരു വൈകാരികമായ ദൃശ്യമാണ് വീഡിയോയിൽ കാണുന്നത്. ഞാൻ എവിടെ പോയ വണ്ടിയെ മാത്രം പോകുമ്പോ മലവിന്റെ കടയുടെ ഒരു മേപ്പൊട്ട് നോക്കി നിൽക്കും. ഇന്നലൊക്കെ തൊഴിലുറപ്പിന് വന്നേ. അപ്പം പിന്നെ സുജാത ചേച്ചി മേളിലോട്ട് അങ്ങോട്ട് കയറിപ്പോയി. ആദ്യം അടുക്കളയുടെ അവിടെ വന്ന് നോക്കി, ഇവിടെ ഇരുന്നോടെ അയ്യത്ത് മൊത്തം പോയി നോക്കി, എങ്ങും കാണാനിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ തോങ്കോട്ടുകാർ കണ്ടതിലെ നിന്നേ അവിടെ പോയി. അവിടെ ചെന്ന് അവര് വേലു മാത്രമല്ല അവിടെ ഉള്ളത്. വേലുവിനെ കൂടാതെ 3-4 പേരും കൂടെ ഈ ചേച്ചിയുടെ വീട്ടിലുണ്ട്. ചേച്ചി എവിടെ പോയാലും ഒരു ധൈര്യത്തിന് വേലു കൂടെ ഉണ്ടാവും. ബസ്സിൽ മാത്രം വേലുവിന് കയറാൻ പറ്റുന്നില്ല. നല്ല മഴ പെയ്യുന്ന നനയത് അങ്ങോട്ട് മാറി കിടന്നേ. എൻ്റെ അമ്മയെങ്ങും പോകത്തൊന്നുമില്ല. ഇവിടെ ഉണ്ട്. ഇത് സുജാത ചേച്ചിയുടെ വേലു. ഈ സുജാത ചേച്ചി എന്ന് പറയുന്നത് നല്ലൊരു നായപ്രേമിയാണ്. എന്ന് വെച്ചാൽ മിണ്ടാപ്രാണികൾക്കൊക്കെ എപ്പോഴും ആഹാരം കൊടുക്കുകയും നല്ലപോലെ നോക്കിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇതിൻ്റെ അമ്മ ചെറുപ്പത്തിൽ ഇതിനെ ഉപേക്ഷിച്ച് പോയത്. അപ്പം ഇവരായിരുന്നു ആഹാരമൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ആഹാരം കൊടുത്ത് ഇവരുടെ വീട്ടിൽ കൂടിയതാണ്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ അവരെവിടെ പോയാലും അവർക്കൊപ്പം കാണും. അവരെ കണ്ടില്ലെങ്കിൽ ആ നാട് മൊത്തം ഇവരെ തിരക്കി നടക്കും. ഇതാ അതിൻ്റെ സ്വഭാവം. കുടുംബശ്രീ കൂടാനായിട്ട് വന്നതാണ്. കുടുംബശ്രീ കൂടാൻ വന്നപ്പം കൂടെ കൂടി ഇനിയിപ്പോൾ ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ ചേച്ചി ഇവിടുന്ന് പോയതിന് ശേഷം മാത്രമേ ഇവിടുന്ന് പോകത്തുള്ളൂ. അഥവാ ഇത് ആ ചേച്ചി പോകുന്ന കണ്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിനകത്തും പരിസരം മൊത്തവും നടന്ന് തിരക്കി വിളിച്ചു കരച്ചിലാണ്. വലിയ വായിലേക്ക് കിടന്ന് കരഞ്ഞ് ഇവിടെ എല്ലാം നടന്ന് നോക്കിയതിന് ശേഷം നമ്മൾ വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിട്ടാൽ മാത്രമേ അത് ഇവിടുന്ന് പോകത്തുള്ളൂ. അതതിൻ്റെ സ്വഭാവം. നമ്മളൊക്കെ പറയത്തില്ലയോ, ആഹാരം കൊടുക്കുവാണെങ്കിൽ മിണ്ടാപ്രാണിക്ക് കൊടുക്കണം, നായ്ക്ക് കൊടുക്കണമെന്ന് പറയത്തില്ലേ? ഇതുപോലുള്ളതിന് വേണം കൊടുക്കാൻ. എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്തിനാ ഇവിടെ വന്നേ? എന്തിനാ വന്നേ? ആരെ തിരക്കി വന്നേയാ? നല്ല സ്നേഹമാ. എന്താ എന്തുവാ? ഇവിടെ 2 പേരുണ്ട്. കണ്ടാ നിന്നെ ശരിയാകും. ഇപ്പം നീ കുടുംബശ്രീ കൂടാൻ വന്നേ ഇല്ലയോ? എന്താ നിന്നെ വെളിയിലാക്കിയവര്? നമുക്ക് പരാതി കൊടുക്കണേ. നോക്കടാ, നീ വേണം കഴിക്കാൻ. നിന്റെ അമ്മ പോയി ചെല്ലൻ. നിന്റെ പങ്ക് ബ്രെഡ് താന്ന അവന്റെ നോട്ടം. പോന്നില്ലേ ഇവിടെ? നീ പോന്നില്ലയോ?